സ്ക്രീൻ വന്നില്ല. അത് ഓക്കെ, അത് ഭിത്തിയല്ലേ? എന്തെങ്കിലും പ്ലേ എല്ലാം റിഫ്രഷിനടി. ബ്ലൈൻഡ് കൺഫേം എന്താ കേട്ടാ. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ എടാ ഇന്ന് ഈ സ്ക്രീനൊക്കെ ആരും ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ആണോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലിപ്പോ വരച്ച് ഇത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? എല്ലാം സെറ്റാ. അത് പുറത്ത് എല്ലാരും വിളിച്ചൊന്ന് കാണിച്ച. ക്യാം കുറച്ച് താത്തു വെക്കാം. ഞാൻ ക്യാം കുറച്ച് ചെറുതാക്കിട്ട് താത്തു വെക്കാം. അല്ലെങ്കിൽ മാപ്പ് എന്തായാലും കാണണ്ടല്ലോ നിങ്ങക്ക്. ഇതാ ഇവിടെ വെക്കാം. അപ്പൊ അപ്പാപ്പൻ, ജോക്കി, ചന്ദ്രൻ ഇന്നെന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഈ അണ്ണു വാസന നമ്മൾ നിന്ന് കേൾക്കുന്നത്. അണ്ണു വാ നമുക്ക് അല്ല അങ്ങനെ ആ രീതി അണ്ണു അപ്പൊ നമ്മളിന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ ഇവന്മാരെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടേക്കല്ലായിരുന്നു അപ്പാപ്പ. ഇനി ഇവന്മാരെ ഗ്യാങ് പരിപാടികളിൽ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പങ്കെടുപ്പിക്കണം. അപ്പോ മെയിൻ ആയിട്ട് അത് നോട്ട് ചെയ്യണം ചന്ദ്ര. അതൊന്ന് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുതിയതായിട്ട് വന്ന പിള്ളേരുടെ ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ബിസിനസ് ഐഡിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതാക്കണം. അതിൽ നല്ല ബിസിനസ് ഐഡിയ നോക്കി ഞാൻ എടുത്തോളാം. ബാക്കി നിങ്ങൾ എന്തെങ്കിലും ഒക്കെ എടുത്തോ. അപ്പൊ ബിസിനസ് ഐഡിയകൾ കൊണ്ടുവരുന്നത് നമുക്ക് സിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പാപ്പൻ പിന്നെ അപ്പാപ്പൻ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇപ്പൊ ഒരു 2400 കോടിയുണ്ട്. ഇതിന്നൊരു ഹെയർ ക്യാം ആണ് കാണുന്നതെന്നോ എടാ എന്റെ ക്യാമറ. ഇതിന്ന് ഒരു നല്ല ബിസിനസ് ഐഡിയ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ 2400 കോടി എന്നുള്ളത് ഒരു 50,000 കോടിയിൽ എത്തിക്കണം. 50,000 കോടി അങ്ങനത്തെ പിന്നെ നമ്മുടെ പിള്ളേരുടെ ബുദ്ധി എന്ന് പറയുമ്പോ എന്തായാലും ഉറപ്പാണ് എനിക്ക്. നമ്മുടെ പിള്ളേരുടെ ബുദ്ധി വെച്ച് നോക്കുമ്പോ ഇതിലൊരു കിടില ഐഡിയ ഉണ്ടാവും. അപ്പാപ്പ ഉറപ്പായിട്ട് കാണത്തില്ലേ? ഇത് ആരെഴുതുന്നതാ? ഇത് തിരിഞ്ഞു നോക്കരുത്. അപ്പൊ ഇതുപോലെ നമുക്ക് വരച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓ, ഇതുപോലെ വരയ്ക്കാനൊക്കെ പറ്റുമല്ലേ? ഇവിടെ എന്തിനൊക്കെയാ ചെയ്ത് വെച്ചിരിക്കണേ? അത് കൊള്ളാം. പ്രസന്റേഷൻ ഒക്കെ എടുക്കല്ലേ ഗൈസ്? ഞാൻ എന്റെ ക്യാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ഒരു സെക്കൻഡ്. ഈ നിങ്ങൾക്ക് കുറച്ചുകൂടെ താത്തു വെക്കട്ടെ ഞാൻ. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എന്റെ ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് ഇരുന്നാലും ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കിയേ, ഓക്കെ അല്ലേ? ഞാൻ ഇത് കുറച്ച് മേലോട്ട് വെക്കാം. നിങ്ങൾക്ക് എന്റെ ഹെൽത്ത് ഇതൊക്കെ കുറഞ്ഞാലും പറയാമല്ലോ എന്നോട്. ഒന്നുകൂടെ വരുമോ ചന്ദ്ര? ചന്ദ്ര ഒന്നും കൂടെ വന്നേടാ. അത് നിഞ്ചല്ലേ എഴുതി, അതിന് മാറ്റിനെ പോയിരിക്കുന്നതിനാ. ഫാമിലി പാക്സ് എന്ത് ചെയ്യാനാ? ജോക്കി ഇവിടെ ഉണ്ടോ? ജോക്കി അപ്പാപ്പൻ, അതുപോലെ ചന്ദ്രബോസ്. ഇന്ന് നമ്മുടെ ഇവിടെ പങ്കെടുക്കാൻ വരുന്ന ടീമുകൾ എന്ന് പറയുന്നത് ടീം നമ്പർ 1 ടീം തരിപ്പൻസ്. ടീം തരിപ്പൻസില് ബാലൻ, ഇറ്റാച്ചി, സിംഗിൾ ലോലൻ. ഇവര് അല്ലല്ല പറയുക, ഓരോരുത്തരും പറയുക. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ടീം പൊളപ്പൻസ്. രായൻ, നിഞ്ച അടങ്ങുന്ന ടീം പൊളപ്പൻസ്. അതെ. മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് SMS എന്റർപ്രൈസ്. SMS എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ സാവേജ്, മന്ദാരം, സ്നൈപ്പ്. അതാണ് SMS.
SMS. അടുത്ത ടീം എന്ന് പറയുന്നത് ടീം ബേബി, LX2, ജുഗ്രു, മോബി അടങ്ങുന്ന ടീം ബേബി. അടുത്ത ടീം എന്ന് പറയുന്നത് ടീം ചൈന ടൗൺ, SRK, അപ്പുക്കുട്ടൻ, അമ്പത്തൂർ അടങ്ങുന്ന. അറിഞ്ഞൂടാ ചൈന ടൗൺ എന്തുകൊണ്ടാണ് ഇട്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തവും ഇല്ല. അടുത്തത് ടീം ഷാർജ, വില്ലു, ഡെസ്ട്രോ, നീൽ. ടീം ശരവണ ബ്രദേഴ്സ്, കീരി, ഡീമൻ, കോച്ച്. ശരവണ ബ്രദേഴ്സ് ആണോ ശരവണ ഭവനാണോ? ശരവണ ബ്രദേഴ്സ്. ഏറ്റവും അവസാനത്തെ ടീമാണ് ടീം ഓയ. ഓയ, ഏബൽ, അലക്സ് സെക്കൻഡ് അടങ്ങുന്ന ടീം ഓയ. 8 ടീമുകളാണ് നമുക്ക് ഇന്ന് പ്രസന്റേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാരെ വിളിക്കണം ആദ്യം? ശരവണ ബ്രദേഴ്സിനെ വിളിയടാ. എടാ എല്ലാരും എത്തിയോ? നമ്മുടെ എല്ലാരും എത്തിയോ? ഹലോ, അമ്പത്തൂർ ഒന്ന് വന്നോണ്ടിരിക്ക ഒരു 5 മിനിറ്റ്. ഇതിനകത്ത് റെഡി ആയി നിൽക്കുന്ന ടീം ഏതാ ആദ്യം? ഓയ റെഡിയാണ്. കണ്ണാപ്പിയൊന്നും വരില്ലല്ലോ. ടീം ഓയ ആണോ റെഡി? SMS റെഡിയാണോ? വണ്ടി ഒന്നും നടന്നു പോവാന്ന് വെച്ചാൽ ടൈം എടുക്കൂലോ. സന്ദീപ്ത തോള സിറ്റിയില് ആണോ? എടാ എല്ലാരും ഒന്ന് ഡിസ്കോഡിൽ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചിട്ട് വേണം. മാറ്റി കാണിച്ചു തരും. ഞാൻ വരാം. ഡിസ്കോഡിൽ അതൊന്ന് ജസ്റ്റ് അവന്മാരൊന്ന് പഠിപ്പിച്ചു കൊടുത്തോട്ടെ. ഞാൻ എന്തിനാ ലൈവ് ഇടുന്നത്? അവന്മാരല്ലേ ലൈവ് ഇടണ്ടേ? അപ്പൊ പരിപാടി ചെയ്യുന്നവർക്ക് വേണ്ടിട്ടാണ്. പരിപാടി ഹലോ കേക്കണ്ട? പരിപാടി ചെയ്യുന്നവർ ഇപ്പൊ ലൈവ് ഇട്ട് കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഡിസ്കോഡിൽ എന്തെങ്കിലും വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ ഇപ്പം മന്ദാരവും സാവേജ് ആണെങ്കിൽ സാവേജിന് അയച്ചു കൊടുത്തിട്ട് അതിന്റെ അകത്ത് മീഡിയ ഫയൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കോപ്പി ചെയ്തിട്ട് വരാത്ത അവന്റെ വീട്ടിലെ എല്ലാ പണിയെല്ലാം മെനഞ്ഞാന്ന് കഴിഞ്ഞതേ ഉള്ളൂ. പിസിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. അവിടെ ബോബോയും എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചു വിടാ. സോ ഇതാണ് F7. അപ്പൊ കാണണ്ട എല്ലാരും കേറിയാ? അപ്പൊ ഇന്ന് RP ആക്കി എന്തിന് ബ്രോ? ഞാൻ മെനഞ്ഞാന്ന് ചെയ്യാനിരുന്നു, അവൈലബിൾ അല്ലാത്തോണ്ട് ഇന്നാക്കി. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ട് പിന്നൂടെ നിങ്ങളെ മടുപ്പിച്ച ഷോ ആക്കണ്ടെന്ന് വിചാരിച്ചാണ് ചെയ്തത്. വേറെ RPകളെ നമ്മൾ സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ബോർഡ് അങ്ങനെ സ്ഥലമുണ്ട്. ഇതിപ്പോ ബോർഡ് കിടക്കണേ, അത് മാറ്റാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ ആണ് പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ വീഡിയോടെ ഇവിടെ ഷോ സ്ക്രീൻ ഉണ്ട്, അത് കൊടുക്കാം. അപ്പൊ ഇത് വീഡിയോടെയാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ മറ്റേ നമ്മുടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാം വീഡിയോടെ. എന്നിട്ട് ഇവിടെ ഇത് പ്ലേ കൊടുക്കുമ്പോ ഇത് ഇച്ചിരി ഇതുണ്ട് ഡീൽ എടുക്കുമ്പോ ഇവിടെ പ്ലേ ആവും. ഇനിയിപ്പോ നിങ്ങക്ക് അതല്ല ഇപ്പൊ ഫോട്ടോ ആണ് വേണമെങ്കിൽ ഇവിടെ ഈ സ്ക്രീൻ ഹൈഡ് ചെയ്യാം. എന്നിട്ട് ഷോ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഫോട്ടോയുടെ ഇത് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഡിസ്കോഡിൽ നിന്ന് മറ്റേ കോപ്പി ലിങ്ക് അടിക്കണം. പേസ്റ്റ് അല്ല, കോപ്പി ലിങ്ക് അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ പ്ലേ കൊടുത്താൽ ആ ഫോട്ടോ ഇതിൽ വന്നോളൂ. അത് തന്നെ എല്ലാവർക്കും അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഈ ഓപ്ഷൻ വരും. ഒന്നില്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ പിക്ക് കൊടുത്താൽ ഇവിടെ വലിയതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരച്ച് നിങ്ങൾ ഇവിടെ അപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി. അപ്പൊ നേരെ ഈ സാധനം ഈ ഇതിൽ വന്നത് അത് വരാത്തെന്ന് പറഞ്ഞ ഇത് കാണിച്ച് ഷോ ബോർഡ് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ TV വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതെങ്ങനെ തുറക്കണത്? ഈ എല്ലാവർക്കും കിട്ടുമോ സിറ്റി കയറി കഴിഞ്ഞാൽ?
അപ്ഡേറ്റ് ആയില്ല. ഇപ്പൊ നമ്മളിവിടെ എന്താ വിളിക്കാണ്ട് ഇവിടെ അപ്ലൈ കൊടുത്താ പെട്ടെന്ന് ഇത് വല്ല ചെറിയൊരു ഡീൽ എടുത്തിട്ട് വന്നോളൂ. കണ്ട അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങള്. അപ്പൊ എൻജോയ്. RP-യിൽ വരും. ഇതിപ്പോ നിങ്ങളിപ്പോ മെയിൻ കാര്യങ്ങൾ ഓപ്പൺ ആക്കണ്ട. ഇപ്പൊ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കണം, ആരും ചെയ്തോണ്ടിരിക്കണ്ട. ഇത് പിന്നെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാം. ഈ റൂമിന്റെ അകത്ത് വരുന്നവര് മാത്രം ഈ മെനു ഓപ്പൺ ചെയ്യാം, വേറെ ആരും യൂസ് ചെയ്യരുത് കേട്ടോ. അതായത് പാസ്വേഡിന്റെ അവിടെ പ്രസന്റേഷൻ വരുന്നവര് മാത്രം F7 ഓപ്പൺ ചെയ്ത് വെക്കാവൂ, അല്ലാതെ ആരും യൂസ് ചെയ്യരുത്. ഓക്കെ, എന്തൊരു തിരിപ്പോളികളാണ് ചാറ്റില്. നമ്മുടെ ഫാൻസ് എന്ന് പറയുന്ന രീതിയിൽ ഇരിക്കണ കുറെ വാണങ്ങള്, കുറെ വാണങ്ങൾ അങ്ങനെ തന്നെ പറയണം. ഞാനിപ്പോ ഇവിടെ മെൻഷൻ ചെയ്ത പേരിൽ എന്തെങ്കിലും പറയണോ, അത് കേൾക്കണോ? അതിലിപ്പോ വേറെ സ്ക്രീൻ വന്ന കഥ ഇവരിപ്പോഴും ബുദ്ധി ഉദിച്ചിട്ടില്ലടാ. ഇവര് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവര് ബുദ്ധി ഇതൊക്കെ ഭയങ്കര പഴയ സ്ട്രാറ്റജി. ഇപ്പൊ ഏക്കൂല. ഇതാരടാ ചെയ്യണേ? ചെയ്യുവാ. എടാ എല്ലാം ഹൈഡ് സ്ക്രീൻ, ഹൈഡ് ഫോട്ടോ, ഹൈഡ് ബോർഡ് കൊടുക്കുക, എല്ലാം കൊടുക്കുക. എന്നിട്ട് നിനക്ക് എന്താ ചെയ്യേണ്ടത് അത് ഷോ കൊടുക്കുക. അതെ, ലിങ്ക് ചെയ്യണ്ടേ? ഇപ്പൊ ലിങ്ക് ഇടണ്ടേ? എടാ നീ വീഡിയോ ആണ് കാണിക്കുന്നതെങ്കിൽ ഷോർട്ട് സ്ക്രീൻ, ഷോ സ്ക്രീൻ ആക്ക്. ഷോ സ്ക്രീൻ വീഡിയോ ആണ്, ഷോ സ്ക്രീൻ കൊടുക്കണം. ഫോട്ടോ ആണെങ്കിൽ ഡോക്ടർ കണ്ടാലേ അത് ലവ് ഡോക്ടർ. എന്താ എല്ലാവർക്കും കയറാം. ബാ ബാ വാ സിറ്റിക്കത്തോ. ഹെഡ്സെറ്റ് ഊരി പൊക്കോണ്ടിരിക്കും. കാണത്തില്ലേ? ഓക്കെ. ഹലോ. ഇത് മ്യൂട്ട് ആണ്, ഞാൻ അടിച്ചാണ്. ഓടിക്കണ്ട ചിലപ്പോ എങ്ങാനും ഇതായാലോ. ഹലോ എടാ ബാക്കിയുള്ളവരെല്ലാം താഴ്പ്പൊക്കെ വിളിക്കുന്നവര് മാത്രം മേലോട്ട് കയറിയാ മതി. ബാക്കിയുള്ളവർ താഴ്പ്പൊക്കോ. കോച്ച് പോട്ടു. ഓൾ ദ ബെസ്റ്റ്. ഇതെന്താ ഗെയിം ക്യാപ്ചർ വന്നില്ല? ഇപ്പൊ വന്നില്ലേ? വന്നു. കോച്ച് ഞാൻ മാറ്റാൻ പോയതോ, AFK ആയിരുന്നു. പറ, എന്തോ ചോദിച്ചേ? ഇത് ഇന്നലെ 2 ദിവസം ആയതേ ഉള്ളൂ കോച്ച്. താങ്ക് യു സോ മച്ച് കോച്ച്. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ. ചന്ദ്രു ബിസിനസ് ഒരു കിടിലമായ ബിസിനസ്സാണ്. ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ റെഡിയല്ലേ? ഹലോ അപ്പാപ്പാ, നിങ്ങൾ AFK ആവല്ലേ അപ്പാപ്പാ? ജോക്കി, ഞാൻ AFK ഒന്നും അല്ല, എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ രണ്ടുപേരെയല്ലേ വിളിച്ചു. റെഡിയല്ലേ എന്ന് ചോദിച്ചാ പിന്നെ ജോക്കി എന്താ പറയണ്ടേ? ഒന്ന് വരോ ജോക്കി? അല്ല, ജോക്കി അണ്ണനൊരു കാര്യം പറയാൻ. ജോക്കി ഒന്ന് പറഞ്ഞു, ഞാൻ വരാം. എന്റെ നമ്പറില്ല, അവരെ കൊണ്ട് വിളിപ്പിച്ചതാ ഞാൻ കൊണ്ട്. അന്നോടെ സൈഡിൽ വിട്ടതിന് വാസന എവിടെ ഇരിക്കണേ? വാസന ശരിയാണ്. വാസന ശരിയാണ്. എനിക്കൊന്നും ചെയ്യാൻ വാസന ശരിയാണ്. ഞാൻ എണ്ണിക്കാൻ പറഞ്ഞു. വാസന ശരിയാണ്. ഇത് വാസന ചെയ്യണൊക്കെ വാസന ഇരിക്കുമ്പോ എന്തെങ്കിലും കാണിക്കുന്ന മോശമല്ലേ? അണ്ണൊരുമാതിരി അണ്ണ ഇത് എന്റെ കഴിവുകൊണ്ടാണ് അണ്ണു ഞാൻ ഇവന്റെ സീറ്റിൽ ഇരിക്കുന്നോളൂ. ഇവൻ എണ്ണിക്കുന്ന ഇല്ലയോ എനിക്കൊന്നും അറിയണമല്ലോ. എണ്ണീറാ അതേതാ വാണോ ഏതാ മുട്ടിക്കുന്ന ക്രിമിയോ? ഇല്ലാലെ നീ കളിയാ. മാറടാ ഗേക്കപ്പിളാ. നീ എന്തൊരു ചെറ്റയാടാ ചന്ദ്ര. ഇവൻ സ്വാനപുത്രൻ, തന്തയില്ലാത്ത. അത് ഇരിക്കണ്ടേ എന്നാ അവസരം ഈ സൈഡിൽ എന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇതിരുന്നോണല്ലേ? അപ്പൊ റെഡി അല്ലേ? റെഡി. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കണ്ട. കാരണം ഇന്ന് ഇവന്മാർക്ക് എല്ലാവർക്കും പോകാനുള്ളതാ. നാളെ അവിടെ കണ്ണാപ്പിയുടെ വീട്ടിലെത്താനുള്ളതാ. വീടൊക്കെ അഫ്ഗാനിസ്ഥാനിലല്ലേ?
ഞാനപ്പോ ലിസ്റ്റ് എടുക്കട്ടെ കൈസ്, ഒരു മിനിറ്റ്. ബസ്സുമാരെ ഇങ്ങനത്തെ കോമഡികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇല്ല അപ്പ. അപ്പൊ നമുക്ക് ആദ്യം അപ്പ ടീം ഓയയെ വിളിക്കാം. ഓയ്യാ. ഓക്കെ, സോ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് എന്താ പറയാ, ഏറ്റവും നല്ല പ്രസന്റേഷനുള്ള അവാർഡ് നമ്മൾ വെളിയിൽ തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ടീമുകളെല്ലാം ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അതുപോലെ മോശം ടീമിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവര് അതിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിലുള്ള ആൾക്കാരെ സ്ലോട്ട് ഒന്ന് മാറ്റിയിട്ട് അല്ലല്ല, ഏറ്റവും മോശം പ്രസന്റേഷൻ ഉള്ളവരെ നാളെ IRL ഡാൻസ് കളിപ്പിക്കും. അപ്പൊ ടീമുകൾ എന്ന് പറഞ്ഞാൽ ടീം തരിപ്പൻസ്, ടീം പൊളപ്പൻസ്, SMS എന്റർപ്രൈസ്, ടീം ബേബി, ടീം ചൈന ടൗൺ, ടീം ഷാർജ, ടീം ശരവണ ബ്രദേഴ്സ്, ടീം ഓയ്യ. സോ അപ്പോ ആദ്യത്തെ പ്രസന്റേഷനായി ഞങ്ങള് ടീം ഓയ ക്ഷണിച്ചു കൊള്ളുന്നു. ഏബൽ അലക്സ് സെക്കൻഡ്. ഒരു നീകനും കൂടെ ഉണ്ട് നമ്മുടെ ഒരു കോർഡിനേറ്റർ. പറയേണ്ട കാര്യമുണ്ടാ, ബിസിനസ് പൊട്ടി. എല്ലാവർക്കും വിശിഷ്ടമായ ജഡ്ജസ്, എല്ലാവർക്കും നമ്മുടെ കൂപ്പുകൈ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നെഗറ്റീവ് മാർക്ക്. ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല അണ്ണാ, നമ്മളെല്ലാം നാടാണാണേ. നമ്മുടെ രണ്ടുപേരും നാടാണാണ്, ഇവർ രണ്ടുപേരും ഇത്തിരി മോഡേണാണ്. അങ്ങനെയല്ല, മോഡേണിന്റെ ഇതിന്റെ അല്ല. ഒരു ബിസിനസ് മീറ്റിംഗിന് ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതല്ല. വല്ല വാർ കളിക്കാൻ വല്ല പോകുന്നുണ്ടോ നിങ്ങള്? നമ്മള് നമ്മുടേതായ തനിമ വിട്ട് കളയാതെ ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അണ്ണാ സിറ്റിയില്. സത്യം പറഞ്ഞ അതായിക്കോട്ടെ, എന്താണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചു? പറഞ്ഞു അല്ല, എന്തുകൊണ്ടാണ് പറഞ്ഞ കേക്കട്ടെ. അതാണ് ഓക്കെ അണ്ണ. അത് അണ്ണ ഇപ്പൊ സിറ്റിയിൽ ഒരാണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ അവർക്ക് എന്താണില്ല, പ്രൈവസി. താഴെ സംസാരിക്കില്ലെന്ന് പറയടാ അമ്മമാരുടെ അടുത്തുനിന്ന്. പ്രൈവസി ഇല്ല. പ്രൈവസി, ഒരു മനസ്സമാധാനമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ സിറ്റിയില്? ഒരു ആണിനും ഒരു പെൺകൊച്ചിനും ഇല്ല. ആണിനും സംസാരിക്കാനും അത് നമ്മുടെ എതിര് തെറ്റ് പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ. മോഡേൺ ആവണം, നാട് എടുക്കുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്നാണല്ലോ, അതാണല്ലോ ശാസ്ത്രം. അതിന് തെറ്റ് പറയുന്നില്ല. അവരായി അവരുടെ പാടായി, അവര് പൊക്കട്ടെ, കുഴപ്പമില്ല. അത് പാടില്ല. നീക ആണ്ടൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നോ പ്രോബ്ലം. ആണ്ടൂടെ തന്നെ നടക്കണം. അപ്പം അതുകൊണ്ടെന്ന് പറയും, ഈ കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ. ഒരു പെൺകൊച്ചൂടെ സംസാരിക്കും, 10 കൊച്ചുപിള്ളേർ അതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞ് കയറി എത്തിക്കുത്തിയൊക്കെ നോക്കി വരും. നമുക്ക് കാലേ വരെ നിലത്തടിക്കാൻ പറ്റും. ശരിക്കും നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണോ പറയണത്, അതോ ബിസിനസ് ഐഡിയാണോ പറയണത്? അല്ലണ്ണ, ഒരു യുവജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണിത്. സത്യം പറഞ്ഞത് അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ് ഇത്. അല്ല, ഞാനൊരു പറയട്ടെ, ഇപ്പൊ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇവിടെ മലയും കുന്നൊക്കെ ഇല്ലേ? നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിടിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇപ്പൊ ബേസിക്കലി. ആ പിടിമലയിലാണ് ഇപ്പൊ കൊച്ചുപിള്ളേരുടെ അഴിഞ്ഞാട്ടമാണ്. അതറിയോ ബോസനെ? അത് ഏറ്റവും മെയിൻ ആ സൂര്യാണ്, അഴുക്കച്ചെറുക്കാൻ. ഇവിടെ നിന്ന് കലാപ്രസംഗം നടത്തുന്ന കാര്യം പറയൂ. പറഞ്ഞോ. ഇല്ല ജോക്കി, പ്രസന്റേഷൻ അങ്ങനല്ലേ ജോക്കി? ഒറ്റയടിക്ക് നേരെ വന്നിട്ട് ഇന്ന് ഉണക്കമീൻ കച്ചവടം നടത്തുന്നു, അതാണ് പ്രസന്റേഷൻ അല്ലല്ലോ ജോക്കി. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ സംരംഭത്തിന്റെ പേര് ഓയോ. ഓയുടെ ഫുൾ ഫോം എന്താ? അവർ വെരി ഓൺ റൂംസ് വീഡിയോ പ്രസന്റേഷൻ അവേഴ്സ് യുവേഴ്സ് റൂംസ്. അത് ഓബിയമായില്ലടാ, അത് വീഡിയോ പ്രസന്റേഷൻ എന്താണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്? ഉണ്ടല്ലേ, നമ്മള് ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഇതിന്റെ ബേസിക്കലി ഒരു കോപ്പി അടിച്ച് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. ഓയോ അമ്മരെയും അടിച്ചെണ്ണ നമ്മുടെ ഈ കോപ്പി അടിച്ചൊക്കെ നടത്തുന്നു. അണ്ണ 10-20,000 കോടിയുടെ മറ്റേ സൗണ്ട് വിട്ടു പോണേ, സൗണ്ട് വിട്ടു പോന്നാ. ഹലോ, വീഡിയോ പ്രസന്റേഷൻ എല്ലാം ഉണ്ട്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. പ്രസന്റേഷൻ ഒക്കെ ശോകമല്ലേ? എടാ, ഈ ബാക്കിയുള്ളവരോട് ഇവിടെ സംസാരിക്കില്ലെന്ന് പറയണടാ.
എടാ ബാക്കിയുള്ള ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ നിന്ന് സംസാരിക്കല്ലടാ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണേ. ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ വന്നാൽ മതി, പയ്യെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് നമ്മള് നോക്കുന്നത്. കൂട്ടിയപ്പോഴാ പറഞ്ഞത് പൊട്ടോ. വിട്ടിട്ടാണോ തരുന്നേ? അയ്യോ എന്റെ അമ്മേ. ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന. അറിയത്തില്ല ഇതെന്താ? ഹലോ, ഇത് കഴിഞ്ഞ സംസാരിക്കും. നൽകുന്ന റൂംസ്, കുളിർമ ഇല്ലാതെ റൂംസ്, വൈഫൈ പ്ലസ് VPN ആക്സസ്, ആടാതി കട്ടിൽ, വെള്ളമുള്ള ബാത്റൂം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത? കഴകൂട്ടം, അറ്റാച്ച്ഡ് മെഡിക്കൽ ഷോപ്പ്, പ്രൈവസി, അതല്ലേ എല്ലാം. Nice presentation. Amazing. Marvelous. Good job, boys. Amazing. Thank you. ഇതില് 7 വർക്കുകളാണ് അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നല്ല പ്രസന്റേഷൻ, വെരി ഗുഡ് ഐഡിയ. അണ്ണാ നിങ്ങളിപ്പോ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല, നമ്മൾ 3 ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കിടിലൻ ഐഡിയാസ്. ഐഡിയാസ് പിന്നെ പക്ഷെ ഇതെന്തായാലും കൊള്ളാം. ഇത് നമ്മളിപ്പോ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ്. ഇവര് പറഞ്ഞത് ശരിയാ. അത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കപ്പിൾസിന്റെ ഇത് പ്രകാരമാണ്. അവരോട് നമ്മൾ സർവേ ഒക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ബേസിക്കലി സാധനം. ആണല്ലേ? എന്താണ് അടുത്ത ഐഡിയ? അടുത്ത നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാൻ MD പഠിച്ചിട്ടുണ്ട്, MDMA പഠിച്ചിട്ടുണ്ട്, DBS പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി പഠിച്ച ഒരാളാണ് ഞാൻ. അതെ, ഞാനൊരു സകലകലമല്ല. അതാണ് MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, എല്ലാം ബേസിക്കലി നമ്മൾ എല്ലാം പോകണം ഇവിടെ. അങ്ങനൊന്നും ഇല്ല. അതൊന്നുകൂടി പ്ലേ ചെയ്യാവോ? വീഡിയോയോ? എന്തിനാ? ഞാൻ കണ്ടില്ല അവസാനം. പെട്ടെന്ന് ഇവിടെ അർജന്റ് അത് തന്നെ കേട്ടോ. ബാക്ക് അടിച്ച് പിന്നെ കേട്ടാ മതി. അടുത്ത ഐഡിയ എന്താണ് പറയും? അണ്ണാ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. അതെ, ഈ കൗൺസിലിംഗ് സെന്റർ നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താ? അണ്ണാ ഞാൻ അതിൽ വലിയ കുറെ കാരണമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊല്ലണം അവനെ തീർച്ചയായും അല്ലേ? അവരെ പറഞ്ഞ് നമ്മൾ നല്ല വഴി നേർവഴി നടത്തുക. പിന്നെ അതിന്റെ കൂടെ സൂയിസൈഡിന്റെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ് പ്രണയനൈരാശ്യം കാരണം. അത് ഇത് പറയാൻ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ നമ്മളിപ്പോ അതും ആലോചിക്കണ്ടേ? അതെ, നൈസ് ഐഡിയ, നൈസ് തിങ്കിങ്. എനിക്ക് 5 മിനിറ്റ് വേണം അവസാനം. ഒരു 10 മിനിറ്റ് മാക്സിമം. അല്ലല്ല, ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. ബേസിക്കലി അണ്ണാ ഈ ഒരു എക്സാമ്പിൾ വേണേ നമ്മൾ കാണിച്ചു തരാം കൗൺസിലിംഗ് സെന്ററിന്റെ. അല്ല, പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരും സംസാരിക്കാറില്ലേ? അതിനുള്ള ചാൻസ് ആണെന്നില്ല അവർക്ക്, അവരുടെ ഏതാണ്. ബേസിക്കലി എന്നാ ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രണയനൈരാശ്യം അല്ല, പ്രണയനൈരാശ്യം അല്ല അലക്സിന്, അവൻ ചെറിയൊരു. നിങ്ങൾ ഓരോ ഐഡിയാസ് ഓരോരുത്തരായിട്ട് പിച്ച് ചെയ്യൂ. ഇത് ഒരാൾ മാത്രം അതിലേക്ക് വരുവാണല്ലോ നമ്മൾ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. ചെറിയൊരു വട്ടയസ് എന്തുകൊണ്ട് അത് പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ്. അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ആൾക്കാരെ കൊല്ലണമെന്നുള്ള മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരാളാണ്. അവൻ അറിയാമല്ലോ. ആണല്ലേ? അതവൻ 24/7 ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്, എനിക്കത് മനസ്സിലാവും. അതെ ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ വേണം മാറ്റിയെടുക്കാം. അവന്റെ ഇങ്ങനെ ഹലോ അലക്സ്, ഹലോ, എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് പറ്റി? താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്?
ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോരയോട് വല്ലാത്തൊരു ഭ്രമമാണ്. അതായത് കുഴപ്പമില്ല, ഭ്രമം. അതായത് എനിക്ക് ചോര വേണം, എനിക്കില്ലാ ദിവസം ചോര കാണണം. അങ്ങനെയല്ല, അതായത് സമരം ചെയ്യുന്നവരുടെ പുറത്തൂടെ വണ്ടി കയറ്റുക, റോഡിന്റെ നടുക്കൂടെ പോകുന്നവരെ വണ്ടി ഇടിച്ചിടുക, പിന്നെ പെട്ടെന്ന് എന്നെ ആരെങ്കിലും ഒന്ന് അറിയാണ്ട് മുട്ടയൊക്കെ ചെയ്ത കൊരവള്ളി കയറി പിടിക്കുക. എനിക്കറിയൂടാ, ഇത് കുറച്ചാൾക്ക് മുമ്പാണ് തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. ബേസിക്കലി ഇതൊക്കെ നമ്മൾ ക്ഷമിക്കാനും കൊടുക്കാനും പഠിക്കണോടാ. ഫോർ എക്സാമ്പിൾ, നിനക്ക് അങ്ങനെ കൊല്ലാൻ അത്ര ആഗ്രഹം തോന്നി എന്താ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആമ്പിള്ളേരെ കൊന്നുകളയണം. അതൊന്നും കുഴപ്പമില്ല. സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടി സിറ്റി ഏത് ചെറിയൊരു നമ്മുടെ ഇതിന്റെ ഒരു ആഡായിട്ട്. പരസ്യം വന്നതല്ലേ? അതെ അതെ, ചെറിയ മാക്സിമം സൗണ്ട് വിട്ടുവിട്ട് പോണേ. നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുവാണെങ്കിൽ മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ തന്നെ കൊല്ലടാ, കുഴപ്പമില്ല. നമ്മൾ പ്രണയ നൈരാശ്യമുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ മനസ്സ് മാറി അവന്റെ. അപ്പൊ പ്രോഡക്റ്റ് നീ തന്നെയാണോ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി? പ്രോഡക്റ്റ് നീയാണോ പ്രോഡക്റ്റ്? ആക്ച്വലി ഞാൻ തന്നെയാണ് MDMA എല്ലാം പഠിച്ചത്. ഓക്കെ, അടുത്തത് എന്താ? പ്രേമ നൈരാശ്യമുള്ള ആള്, പ്രണയ നൈരാശ്യം. എന്താണ് സക്ക താങ്കളുടെ പ്രശ്നം? പറയൂ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കഴിവില്ലാത്തോണ്ടായിരിക്കും. അതല്ല, അങ്ങനെ കുഴപ്പമില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ, എന്തിനും കുറവല്ലോ ഉണ്ടാ? കുറവില്ലല്ലോ. മുൻപിൽ കാണിച്ചിട്ടേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരുന്നത്. എല്ലാം കുഴപ്പമില്ല, ശരിയാവൂടാ. നമ്മളൊക്കെ ഇല്ലേടാ കൂടെ. അതിന്റെ കാര്യമല്ല, മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിന്റെ കാര്യം അല്ല, ഉണ്ട്. അത്രയൊക്കെ വിഷം വന്നങ്ങ് ചത്ത് കളയണം. പിന്നെ നോക്കല്ലേ, പ്ലീസ് ഡൈ, സൂയിസൈഡ് പ്ലീസ് ബ്രോ. ഡോക്ടർ അല്ലേ? കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനല്ലാതെ പിന്നെ ആര്? പേടിക്കണം, ഞാനുണ്ട്. അണ്ണാ, ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട്. ഇത് എങ്ങനെ സോൾവ് ആയെന്ന് പറയണം? അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? അവൻ ചാവൂലേ? അപ്പൊ നമുക്ക് മാറിയല്ലേ? പിന്നെ ഒരു സംശയം കൊണ്ടിട്ട് വാസുവിനെ. എങ്കിൽ പിന്നെ ഡോക്ടറെ, ഞങ്ങളുടെ ജോക്കിയുടെ ഈ സ്ത്രീ വിരുദ്ധത ഒന്ന് ഡോക്ടറിന് മാറ്റാൻ പറ്റുമോ? നോക്കട്ടെ. നോക്കട്ടെ എങ്കിൽ ഡോക്ടർ വരും, കടന്നു വരും. ഹലോ. എന്താണ് ജോക്കിയണ്ണന്റെ പ്രശ്നം? പറയൂ. അങ്ങ് ക്ഷീണമാന്നേ. അപ്പൊ പിന്നെ പെണ്ണില്ലായിരിക്കുന്നല്ലോ നല്ലത്. അതല്ല, മനസ്സിന് ക്ഷീണമാണ്. മാനസികം. ഓക്കെ, മാനസിക ക്ഷീണമൊക്കെ ആക്ച്വലി ശബ്ദം പോണേ. നിന്റെ ശബ്ദം പോണ്. അത് മാറ്റിയൊക്കെ നല്ല വഴിയുണ്ട്. ഇല്ലടാ, നിന്റെ സൗണ്ട് ഇല്ലടാ, സൗണ്ട് കേൾക്കണില്ല നമുക്ക്. ഹലോ. അല്ലല്ല, അത് കൈ വന്നേ, അറിയാതെ കൈ വന്നേ. പറഞ്ഞോ. ഇത് ബേസിക്കലി മാറ്റിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അണ്ണു നമ്മളിവിടെ വള്ളിയൊക്കെ പിടിക്കാൻ മുമ്പ് കൊണ്ട് വന്നാൽ മതി. എല്ലാം നമ്മളൊക്കെ ഇല്ല അണ്ണു, നമ്മളല്ലാതെ പറയുന്ന ഒന്നും കേൾക്കണില്ലടാ. ഏവലെ, നിന്റെ നെറ്റ് എന്തോ പറ്റി. ഡോക്ടർ ബ്രേക്ക് കൊടുക്കാം. ഡോക്ടർ തോൽവി സംഭവിച്ചത്. ഡോക്ടർ എന്താ സെറ്റ് ചെയ്യാൻ പോയ കേട്ടാ. ഡോക്ടർ നിങ്ങളെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തോ? ലാസ്റ്റ് കണ്ടിന്യൂ. അണ്ണാ, ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് സംഭവങ്ങളുണ്ട്. ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ സൗണ്ട് അടുത്തോട്ട് വെക്കോ. കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കോ. ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടോൾ ബൂത്ത് ആണ്. സിറ്റിയിൽ ആവശ്യമില്ലാതെ കുറെ ടോൾ ബൂത്തുകൾ. ഇത് ഗവൺമെന്റിന് ഒരു ഉപയോഗമില്ല. നമുക്ക് പറഞ്ഞാൽ കയ്യേറാം. എന്നാൽ അതിനകത്ത് നാട്ടുകാരെ പൈസ പിരിച്ചിരിക്കാം. ഏത് എളുപ്പമുള്ള പരിപാടിയാണ്.
മെനക്കേടുമില്ല. ഇതൊരു പ്രോഡക്റ്റ് ആണ് മോനെ വേണ്ടേ? ഇല്ല നമുക്ക് അങ്ങനെയല്ല. ഈ രണ്ട് ഐഡിയ അടിപൊളിയാണ്. ഇത് ഈ രണ്ട് ഐഡിയ കൊള്ളാം. ഒരു മാസം ഓയ കൊള്ളാല്ലേ? ഓയ ഈസ് പെർഫെക്റ്റ്. ബ്രില്യന്റ് ടേബിൾ ആൻഡ് ടീം. ഒരു കൈയടി. നല്ല പ്രസന്റേഷൻ, ബ്രില്യന്റ് ഐഡിയ. എസ്പെഷ്യലി ആ വീഡിയോ. പിന്നെ AI ഞാൻ കാര്യം ചെയ്യട്ടെ, വാസുവിന്റെ ദർശനയുടെ സത്യമായിട്ടുള്ള കാര്യമല്ലത്. കൊള്ളാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു അത്. ഇത് ഏടെ കാലമല്ലേ ആണോ? അപ്പൊ നമ്മൾ ഇറങ്ങണ്ട AI-ലോട്ട്. ബ്രില്യന്റ്. ഒരു രക്ഷയില്ല. കിടില. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നിന്റെ അടുത്ത് നിന്ന്. കിടിലം, അടിപൊളി. അല്ല നിങ്ങൾ 4 പേരും അടിപൊളി. നമുക്ക് റോളൊന്നുമില്ല. നമുക്ക് ബാക്കിൽ മറ്റേ ആഡ് റൺ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ചെയ്തു. ഇതിന്റെ ലാസ്റ്റിൽ തന്നെ വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ അല്ല കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങള് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനപ്പോ റെഡി അല്ലേ? അത് നമ്മൾ അറിയിക്കാം. എല്ലാ ജഡ്ജസിനും നമ്മുടെ നന്ദി, നമസ്കാരം. നമ്മൾ നമ്മുടെ ബാക്കിലൂടെ ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ബ്രില്യന്റ് പ്രസന്റേഷൻ വാസു. ബ്രില്യന്റ്. ഇത് എന്തുവാ ഇത്? എന്താണിത്? ആഡ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. ആടല്ലേ സഞ്ചരിക്കുന്ന ഇതെന്താ നൃത്തത്തില്ലേ ഇത്? ബ്രില്യന്റ് പ്രസന്റേഷൻ. ബ്രില്യന്റ്. സത്യമല്ലേ? സത്യം. അതെ. ഒരു തരത്തിൽ ശരിയാ ചോക്കി. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ എത്ര എണ്ണം പ്രൈവസി വേണ്ടേടാ? പ്രൈവസി ഇല്ലല്ലോ. ഇതാകുമ്പോ മലയിലും പഞ്ചായത്തിലും കണക്റ്റിലും ഒന്നും പോകണ്ടല്ലോ. പിന്നെ ഇത് കൊള്ളാം. ബ്രില്യന്റ് ഐഡിയ. നമ്മൾ ഇതിനെ പറ്റി ഇത്ര നാൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് കൊള്ളാം കേട്ടോ. അഡ്വർടൈസ് പെണ്ണില്ല. അപ്പാ പെണ്ണുണ്ടല്ലാണ് ബിസിനസ് നടത്തണ്ടേ അപ്പാ? സഞ്ചരിക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ അത്? അത് കൊള്ളാം. അതാണ് ക്യാച്ചി. അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. സ്കോർ കൊടുക്കണ്ടേ വാസുവിന്? റേഡിയോ. സോ അടുത്ത ടീം റെഡിയാണോ? ആരാണ് റെഡി? ബാക്കിയല്ല, അത് ടീം ഷാർജ റെഡിയാണോ? ഷാർജ അല്ല ഒരാള് കൂടി വരാണ്ട്. അത് ഇറങ്ങാൻ പോയിക്കാം. ചൈന ടൗൺ റെഡിയാണോ? ചൈന ടൗൺ വാസു ശരവണ ഭവൻ റെഡിയാണോ ചോദിക്കടാ. ഓരോരുത്തരും വിളിക്കാൻ മറ്റേ പുറത്താന്ന് തോന്നുന്നു പ്ലാൻ ചെയ്യാനായിട്ട്. SRK അപ്പുക്കുട്ടൻ റെസ്പോണ്ട് ചെയ്യ്. ഹലോ ഞങ്ങള് അമ്പത്തൂര് വരാണ്ടേ. ടീം ബേബി. ഞാനൊരു കാര്യം പറയട്ടെ എടോ, പെണ്ണ് കടിക്കറ കേട്ടോ. അപ്പൊ എന്നാ SMS എന്റർപ്രൈസ് സാവേജ് മന്ദാരം സ്നൈപ്പ്. പിന്നെ നമ്മള് വേറൊരു മോഡലിനെ ഇറക്കിയിട്ടുള്ളതാണ്. അതേടാ ഒരു പേഷ്യൻസ് ഇല്ലാത്ത വരുന്നുണ്ട്. അവരുടെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മതി നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത് കേട്ടാ. പ്രസന്റേഷൻ അത്രേ ഉള്ളൂ. ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ വരുന്ന. ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ വരുമോ? ശബ്ദം കേൾക്കുന്നില്ല മക്കളെ. ഞാനൊരു കാര്യം പറയട്ടെ. മിസ്റ്റർ ആരൊക്കെയാ പേരെന്ന് പറയാവോ? ഇത് ഗോവയ്ക്ക് ട്രിപ്പ് വല്ലതും പോകണം. പറഞ്ഞോളൂ. ഒരാളില്ലല്ലോ. സാധാരണ ആകിലാണോ ഇത്? നമ്മളിങ്ങനെ തുടി വരുമ്പേ നോക്കണ്ട. എന്ത് വികൃതാണ് ഈ ചെട്ടി. ഒരു ഡിസൈനും ഇല്ല. ഒന്നുമില്ല. കേക്ക് എന്ത് വികൃതമാണ് ഈ ചട്ടി. കാണാൻ തന്നെ ഒരു രസം ഇട്ടാണ് ഇത്. ഒരു ഹോസ്റ്റൽ എടുത്ത് കൊണ്ടേ പോലെ എന്ത് ഒരു വൃത്തിയില്ലാത്തൊരു ചട്ടി. സത്യം. ഇതിന് പകരം നമ്മുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടെന്നാ. കറക്റ്റ് ഇവിടെ ഗാങ്ങിന്റെ ലോഗോ വരുന്ന ഒരു ചട്ടി. എല്ലാ ഗാങ്സിന്റെയും
പിന്നെ എക്സ്ക്ലൂസീവ് ഡ്രോപ്പ് ആയിട്ട് അണ്ണന്റെ തലയുള്ളതും ജോക്കിയുടെ തലയുള്ളത്, അങ്ങനെ 2-3 തരം വരും. ബാക്കില്. അതിന് പിന്നെ നമ്മള് മോഡലിൽ ഒന്ന് വിളിക്കട്ടെ അണ്ണാ. അല്ല നമ്മുടെ ബന്ദിയോട് കരിമ്പുലി നമ്മള് മോഡലിനെ വിളിച്ചാൽ ഇത് മനസ്സിലാവും. ബന്ദിയോട് കരിമ്പുലി കാട്ടി തന്നെയാ ഇപ്പൊ പ്രസന്റേഷൻ കാട് തല്ലെന്ന് ബ്ലൈഡാ അവന്റെ തലയില്. ജെട്ടി കംഫർട്ടബിൾ ആണ്. കുട്ടികൾ പമ്പേഴ്സ് ഇടുന്ന പോലെ ആയിരിക്കും. നമ്പർ 1 പമ്പേഴ്സ് അല്ല പാമ്പേഴ്സ്. തിരുത്തണ്ടേ നമ്മൾ. ഇനിയാണ് ഇത് നമ്മുടെ മോഡലിന്റെ ഇതാണ്. ഇതുപോലെ കളർഫുൾ ആയ ജെട്ടികൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ കൂടെ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. വീഡിയോ കൂടി ആഡ് ആടിനെ കൊണ്ട് എവിടെ ആടെവിടെ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഊള തമാശ അടിക്കരുതേ കേട്ടോ. അവന്റെ മീശ കിടന്ന് ഊഞ്ഞാലാടാ, അത്രക്കുണ്ട്. സോറി, അതൊന്ന് പ്ലേ ചെയ്യാവോ? എനിക്കതൊന്ന് കാണണം മിസ്റ്റർ വാസു. അണ്ണാ മിസ്റ്റർ വാസുവിനെ പ്ലേ ചെയ്യിപ്പിച്ചു ഇപ്പൊ. മൊത്തം ടാറുകളാടാ. ചന്ദ്രൻ മോഡലാണല്ലേ? ഓ പേടിയാണ്. വള്ളികളുടെയും ഹോസ്റ്റേജുകളുടെയും നാടായ എക്സ്ലാൻഡിസിൽ നിന്നും മറ്റൊരു ജെട്ടി, SMS ജെട്ടി. എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി. ഇരിക്കത്തിനും മുറുക്കത്തിനും എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ചങ്കേ കരളെ എനിക്ക് നമ്മുടെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ആ മറ്റേ ടബിലിരുന്ന് അപ്പാപ്പനാണോ? ആ മെയിൻ മോഡൽ വില്ലൻ ബ്രോ ഇല്ലേ? അല്ലേ അണ്ണു അടുത്ത 2 ആഴ്ചത്തേക്ക് ഗ്യാങ്സിലോട്ട് ഫ്രീ ആണ് 3 പേർക്ക്. ജട്ടിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലല്ല. ഒരു അതായത് ഈ 2 ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടാണ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. അതെന്താണ്? അതായത് നമ്മള് ഒരു ബാർ നമ്മള് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉള്ളവരുണ്ട്, വാറ് തൂറി മെഴുകുന്നവരുണ്ട്. ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യണ്ടാ? ഇവർക്ക് വേണ്ടി വളരെ തുറന്ന ഇതിൽ മദ്യപിക്കാൻ ഒരു ബാറ്. പ്ലസ് നമ്മുടെ ജെട്ടിയിട്ട് പോയി എലാസ്റ്റിക് കാണിക്കുവാണെങ്കിൽ 10% ഓഫും മിച്ചറും ഗ്ലാസും ഫ്രീ. അതാണ് നമ്മുടെ ഈ ജട്ടി മാർക്കറ്റ് ചെയ്യാൻ ബാർ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള പരിപാടിയല്ലേ? ബാർ തുടങ്ങിയാൽ ജട്ടി മാർക്കറ്റ് ചെയ്യാം. അതെ, അത് സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ ഉണ്ട്. അതിലൂടെ നമ്മുടെ മോഡൽ 1 ഡേ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, നടക്കി മാറ്റി അവൻ തിരിഞ്ഞിരിക്കാൻ ജട്ടി കാണിച്ചു. മോഡലിലൂടെ 1 ഡേ കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ആരുടെ വേണേലും തല വെക്കാം. വേണ്ട, നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് വേണം. ഞാൻ ഇത് വേണേ കാണിച്ചു തരാ. ഓക്കെ, ഒരു ഇത് കാണിച്ചു തരാം. ഫോട്ടോ വേണേ കാണിച്ചു തരാം. ഓക്കെ, മോഡൽ ഓക്കെ അല്ലല്ലോ? കത്തിയിലല്ലേ നമ്മളിവിടെ മോഡൽ കരിമ്പുലിയാ പോലെ ജോക്കി. ഒരു വിധത്തില് ഇവര് പറയുന്നത് ശരിയാ ജോക്കി, ഒന്ന് ആലോചിച്ചു. ഇതെന്താണിത്? അല്ല ജോക്കി, ഒരു വിധത്തിൽ ഇവര് പറയണ ശരിയാ ജോക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ.
നമ്മൾ ഒരു ഗ്യാങ്ങിൽ ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ജട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ അപ്പി ജട്ടി ഇട്ട് നിൽക്കുന്നത് ഒരു ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി നല്ല ജട്ടി ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന് ഒരു പ്രൗഢിയല്ലേ അത്. മൂലത്തിൽ സ്ക്രീൻ മാറ്റണം തോന്നുന്നു. ഇനി ആ ജട്ടി കണ്ടിട്ട് ആ സിമ്പിൾ ഉണ്ടാവും, അവർക്ക് പേടിക്കാൻ കൂടി പറ്റിയാലോ. എന്താ കൊലപതിയാ ജട്ടി പ്രസൻസ് എനിക്ക് കാണുന്നില്ല. ഇത് പക്ഷെ കാണാൻ പറ്റില്ല കേട്ടോ, ജട്ടി മാത്രം കാണുന്നില്ല. അടുത്ത ഫോട്ടോ ഉണ്ട്, ഒരുപാടുണ്ടോ നമുക്ക്. നിങ്ങളുടെ കൂട്ടത്തില് സ്നൈപ്പ് വന്നില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങളുടെ മോഡൽ എന്താ? ക്യാൻറ്റീൻമാന്റെ മുട്ട കഴിച്ചിട്ടാണ് തോന്നിരിക്കുന്നത്. മോഡല് പറയല്ലേ ചന്ദ്ര? ബോഡിഷൻ ചെയ്യല്ലേ ചന്ദ്ര? എന്റെ കാലിലെന്താ എനിക്ക് ഫ്രണ്ടിൽ നോ സിഗ്നലാണ് കാണിക്കുന്നത്. എനിക്ക് ഇങ്ങനെ പല രീതിയിൽ പല നമ്മുടെ ഇത് അത് കൊള്ളാം കേട്ടോ. അന്ന് മോഡലാക്കുവാണെങ്കിൽ നമുക്ക് ജോക്കി സത്യം. പക്ഷെ ഫ്രണ്ടിലുള്ള ആര് പൊന്തിച്ച കാണൂല. പക്ഷെ ഇത്ര നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വരാം. നമ്മൾ ഇത്ര കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പം സിറ്റിസൺസിനും ഈ ഗ്യാങ്ങിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കൊയ്യാം. അണ്ണാ ഉണ്ട് ദേ ഈ മോഡൽ ഇട്ടിരിക്കുന്നത്. ഹാർട്ടുള്ള ജട്ടി കണ്ടിട്ടുണ്ടോ? ഇത് പോരെ, ഇത് പെമ്പിള്ളേരുടെ ഇവ പെണ്ണാണ് പയ്യാന്ന്. സെക്സിയോ യൂണിസെക്സാ? അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും കൊള്ളാടാ. നമ്മള് ഏറ്റവും ലാസ്റ്റില് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മള് കയ്യിലെടുത്ത് നടന്ന് വിൽക്കും. ഇവൻ ദോശക്കല്ലേ അല്ല, നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിന്? നിങ്ങൾ ചെറിയ പൈസ എലാസ്റ്റിക് അല്ല, എന്നാലും എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? 100 കോടി. ബാറും കൂടെ വേണല്ലോ. ശരിയാ. ബാറും കൂടെ തുടങ്ങാൻ 100 കോടി രൂപ മതിയോ? മതി. ചെറിയ സെറ്റപ്പ് ചെയ്യുമ്പോ തുടങ്ങണ്ട. ചെറിയ സെറ്റപ്പ് ഇവിടെ ഇതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ വാസോണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ബിസിനസ് അണ്ണൂര് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അണ്ണൂന് അത് 50 കോടി കൊടുത്തോണ്ടെങ്കിൽ അണ്ണൂന് പിന്നെ ഇവന്റെ ഇതും പറയുന്നത് കൊള്ളാം മോനെ, കൊള്ളാം. നല്ല മോഡൽ ഉണ്ടല്ലോ ഇവന്റെ ദോശക്കല്ലേ മോങ് വെച്ചിട്ടാ കൊണ്ടുവന്നേ. ഇല്ല ഇത് ഫാഷൻ. ഇത് ഏതോ മാമ ഇവിടെ ഫുഡ് കഴിക്കുന്ന റോഡില്. അല്ല അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. എന്റർപ്രൈസ്. അണ്ണാ ഫ്ലഡ് ഉള്ള സമയത്ത് റോഡിൽ കൂടി എല്ലാം പോയാലേ ഷാർക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചു കയറ്റും. അപ്പൊ തന്നെ അല്ലാണ്ട് അവന്റെ ഷാർക്ക് ഫിന്നാ അതിന്റെ തലയില്. അപ്പൊ എടാ ഞാൻ പിന്നെ ജോക്കി ഞാൻ അന്നേരം പറഞ്ഞതെന്ന് വെച്ചാ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തെ നമ്മൾ കറക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരുടെ ഫ്ലോ പോകും ജോക്കി. അതാ ഞാൻ പറഞ്ഞത്. അവര് പ്രസന്റേഷൻ സമയം നമ്മളൊന്നും പറയണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതാണ് നല്ലത്. ആക്ച്വലി നമുക്ക് ആ ഓയ ബിസിനസിന്റെ കൂടെ ഇവരുടെ ജട്ടി ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ, തൊട്ട് വെളിയിലായിട്ട് ഈ കട പണിയണം അല്ലേ? എനിക്ക് ആ ഓയ ബിസിനസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ട് ഒരു കാര്യമുണ്ട്. എന്താ അപ്പം ശ്രദ്ധിച്ചായിരുന്നോ? ഒരിക്കലും കുലുങ്ങാത്ത കട്ടിൽ, അതിന്റെ ആ ബിൽഡിംഗ് സ്ട്രക്ചർ കണ്ടായിരുന്നോ? പൊളിയല്ലായിരുന്നോ? അത് പോലും ഇല്ല. പക്ഷെ നമ്മുടെ എക്സാം ഡിസി വെക്കുമ്പോ ചിലപ്പോ അനങ്ങും. നിനക്കൊന്നും അനക്കാൻ എന്തായാലും പറ്റൂല. അത്
പറഞ്ഞത് എന്നാ ഇവിടെ എടാ അടുത്ത ആരാ റെഡി? ഞങ്ങൾ റെഡിയാ. ബേബീസ്. ഓക്കെ, അടുത്തതായി ടീം ബേബി, LX2, ജുഗ്രു, മോബി. എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കൂട്ടമാണ് അവസാനം ഇത്. ആണോ? ഇവരെ ബിസിനസ് ചിലപ്പോ ഞാൻ എടുക്കുക, കാരണം എന്റെ അത്രയും ബാക്കപ്പ് ഉണ്ട്. ആണല്ലേ? പിന്നെ നീ ഇതെടുത്തോ. ഒരു ഐഡിയ നോക്കിയിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഏത് വേണോ അത്? തമിഴല്ലേ പറഞ്ഞേ? ആരായിരിക്കും? ഓടിച്ചു വിടണ ഇവിടുന്ന്. വെൽ ഡ്രസ്ഡ്, ഇംപ്രസ്ഡ്. നിങ്ങളാണ് ഈ കൂട്ടത്തിലെ ഒരു ബിസിനസ് മീറ്റിംഗിന് വരിക എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടുള്ളത്. കൊള്ളാം, നൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പം ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരുന്നത് നമ്മുടെ കുറച്ച് നിക്കറ. ഹലോ, ആദ്യമേ നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. Sir, we are Team Baby. Okay. Yeah, me Jugru. These are my partners. Okay. LX2 and Moby. Okay. കേക്കാം. ഹലോ നമ്മള് രണ്ട് സൈഡും ഈ ലീഗൽ ആൻഡ് ഇല്ലീഗൽ സൈഡാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ. അതുമേ നമുക്ക് ഇല്ലീഗലിയും തുടങ്ങാം. അത് നമ്മുടെ എന്റെ പാർട്ട്ണറായ LX2 പറയും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാങ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ്. ഓക്കെ. അതായത് നമ്മളെല്ലാവരും ഗൺസ് യൂസ് ചെയ്യും. അതെ, വെടിവെക്കാൻ. അപ്പം വെടിവെച്ച് കുറെ കഴിയുമ്പോ അതിന്റെ ഡ്യൂറബിലിറ്റി തീരും. ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കളയും. പക്ഷെ അത്ര വാല്യൂബിൾ ആയിട്ടുള്ള ഇതിന്റെ ഡ്യൂറബിലിറ്റി തീരുന്ന പറയുന്നത് തീർന്നിട്ട് കളയുന്നതല്ലാണ്. ഞാൻ ഇപ്പൊ അതായത് അതിന്റെ ബോഡി എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില്, മനസ്സിലായോ? അപ്പം ഡ്യൂറബിലിറ്റി തീർന്നു പറഞ്ഞത് ചുമ്മാ കളയുന്നല്ലാണ്? അല്ല. അപ്പം നമ്മള് ഇതിന്റെ ഒരു റിപ്പയർ സെക്ഷൻ ആണ് ആലോചിക്കുന്നത്. ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് നമ്മൾ റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്തിട്ട് ഈ റിപ്പയർ ചെയ്യുന്ന ഗൺസ് നമ്മൾ മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. മിസ്റ്റർ എക്സ് ഇപ്പം നിലവിൽ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്നാണ്. ഓരോ വട്ടം അവരെടുക്കുമ്പോഴും അതിന് ഓരോ സീരിയൽ നമ്പറാണ്. ഓക്കെ. അവര് തന്നെ ഒരിടയ്ക്ക് നമ്മുടെ അടുത്ത് അഡ്രസ് ചെയ്തായിരുന്നു ഗൺസ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ. അപ്പം അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താ പറയുന്നത് സാധനത്തിന്റെ പേരെന്തായിരുന്നു? സീരിയൽ നമ്പർ എന്ന്. അപ്പം അവർക്ക് നോക്കിയെടുക്കേണ്ടി വരും ഇതിൽ ഏത് സീരിയൽ നമ്പരാ പോയെന്ന്. ഇപ്പൊ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പറിന് ഒരു വ്യത്യാസം വരില്ല. അപ്പം നമ്മൾ ഇതേ സാധനം തന്നെ മിസ്റ്റർ എക്സ് പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടും റേറ്റ് കുറവിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഗ്യാങ്സിന്റെ കയ്യിൽ നിന്ന് ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് ചെറിയ വിലക്ക് നമ്മൾ എടുക്കുന്നു. ഇത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് അണ്ടി ഫാക്ടറിയുടെ മറവിൽ ഇതിന്റെ ബിസിനസ് ചെയ്യാനാണ്. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഡീൽ. അപ്പൊ അത് ചെയ്തു തരാൻ പറ്റുമോ? താങ്കൾ ഇതിവിടെ ഈ ഗണ്ണ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് മറ്റേ വലിയ പുള്ളി ആയ നമ്മുടെ സിറ്റിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മുടി നരച്ച നമ്മുടെ അപ്പാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി സഹായിക്കണം. അതല്ല ചോദ്യം. ചോദ്യം അതല്ല. താങ്കളുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഗണ്ണ് റിപ്പയർ ചെയ്യണ്ടേ? അതെ. അത് നിങ്ങൾ എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറി വെക്കും. എന്നിട്ട് ഫാക്ടറിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്ക്രൂ ഒക്കെ ഇങ്ങനെ ഊരി ഓരോ സാധനമൊക്കെ ടൈറ്റ് ചെയ്ത് ക്ലാവൊക്കെ കളഞ്ഞ്. ഈ ഗണ്ണിന്റെ എന്ത് തീർന്നപ്പോഴാണ് ഇതിന്റെ ഇത് നിന്ന് വെടിവെക്കാൻ നേരത്ത് ഓരോ വെടിക്കും കുറച്ച് ഓയിൽ വീതം ഇങ്ങനെ പോവും. ഗൺ പൗഡേഴ്സും ഇതും. അപ്പോഴത്തേക്ക് നമ്മൾ അത് റീഫിൽ ചെയ്ത് ചെറിയ വിലക്ക് ഇത് റീഫിൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു ഹൈ റേറ്റിന് മിസ്റ്റർ എക്സിന് തിരിച്ചു കൊടുക്കും. തിരിച്ച് ഫുള്ളാക്കും. സീരിയൽ നമ്പർ മാറും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ സാധനം മിസ്റ്റർ എക്സിന് പകരം നമ്മൾ എടുക്കുമെന്ന്, അതായത് ഈ സാധനം എന്താണ് നമ്മൾ മിസ്റ്റർ എക്സിന് മാത്രം കൊടുക്കുമെന്നുള്ള മാത്രം കൊടുക്കുന്നതാണ് നമുക്ക്. കാരണം മിസ്റ്റർ എക്സ് അല്ല വേറെ സിറ്റിയില്
എടാ ഞാൻ അല്ല വേറൊരു കാര്യമുണ്ട്, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയണത് എന്ത്, ഈ ഗൺസ് എന്തായാലും മിസ്റ്റർ എക്സ് വിറ്റതാണ്. അപ്പൊ ഇത് നമുക്ക് ഇല്ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇത് തിരിച്ച് മിസ്റ്റർ എക്സിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സീരിയൽ നമ്പർ ആരെല്ലാം കയ്യിൽ നിന്ന് പിടിച്ച് ചെക്ക് ചെയ്താലും ഇത് മിസ്റ്റർ എക്സ് തന്നെ പറയുമല്ലോ ഇത് ഞങ്ങൾ തന്നെ വിറ്റ് ഗണ്ണാണെന്ന്. പിന്നെ നമുക്ക് ആർക്ക് കൊടുക്കുന്നില്ല എന്താ, വൺസ് അത് മിസ്റ്റർ എക്സിൽ തന്നെയല്ലേ റിലീസ് ആയത്. അത് ശരിയാണ്, പക്ഷെ സേഫ്റ്റി സൈഡ് മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കുന്നതായിരിക്കും. അല്ല ഇതിപ്പോ നിങ്ങൾ വാങ്ങുന്ന മെത്തേഡ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ ഓരോ ഗ്യാങ്സിന്റെ അടുത്ത് ഇത് റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഗ്യാങ്സിന്റെ അടുത്ത് ഈ കാര്യം റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് തീർന്ന ഡ്യൂറബിലിറ്റി ഉള്ള ഗൺസ് TV എന്ന് പറയുന്ന കുടുംബത്തില് ഇന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരായിട്ട് ഇത് ഡീൽ ചെയ്യാന്ന് പറയും. നമ്മൾ ആ ഗ്യാങ്സിന് ചെറിയൊരു റേറ്റ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്ലാക്ക് ആയിരിക്കും. നമ്മള് മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോ വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിന് മിസ്റ്റർ എക്സിനെ ഇതിന് ഉപയോഗിക്കണം? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം തീർന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന ഒരു ഉപയോഗമില്ലാത്ത കണ്ണ് ആൾക്കാർ വെറുതെ കളയുകയാണ് അല്ലേ? അതെ. അപ്പൊ ഉപയോഗം തീർന്ന കണ്ണ് നിങ്ങൾ എടുക്കാം എന്ന് ഒരു അജ്ഞാതനായി പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ കണ്ണ് നിങ്ങളെ കൊണ്ടുതരും അല്ലേ? അതെ, കൊണ്ടുതരും. അപ്പൊ പിന്നെ എന്തിന് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു എന്റിറ്റിനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം? കാരണം ഗണ്ണിന് ഓൾറെഡി സീരിയൽ നമ്പർ ഉണ്ട്. അതെ. ആ ഗണ്ണ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാനുള്ള എന്താ പറയാ ഇത് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗണ്ണ് റിപ്പയർ ചെയ്ത് എടുത്ത് ആരാന്നറിയാതെ പലർക്കും നിങ്ങൾക്ക് അത് ബ്ലാക്ക് മാർക്കറ്റിൽ സെല് ചെയ്തൂടെ? കാരണം ഒരു കൊലപാതക കുറ്റത്തിന് ഒരു പോലീസുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ പോലും ആ സീരിയൽ നമ്പറിന്റെ ഓണറിനായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത് അല്ലേ? പക്ഷെ ആ സീരിയൽ നമ്പറുള്ള തോക്ക് ഇതേ ഗ്യാങ്സ് തന്നെ നമ്മുടെ കയ്യിൽ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അതാണ് ചോദിച്ചത്. അജ്ഞാതനായി, ശ്രദ്ധിച്ചു കേട്ടില്ലേ? അജ്ഞാതനായി നിങ്ങൾ തോക്ക് കളക്ട് ചെയ്താൽ നമ്പർ 2 അതായത് കൺസൈൻമെന്റ് മിസ്റ്റർ എക്സിന് ഇപ്പോ കൺസൈൻമെന്റ് കുറച്ച് അതിനെ ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിലാണ് ഉടനെ അത് അങ്ങനത്തെ രീതിയിൽ ഇതാക്കും എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്, ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിൽ ഗ്യാങ്സിന്. അപ്പൊ ഈ മെത്തേഡ് തന്നെ ആയിരിക്കും അത് നിലവിലെ സ്ഥിതികൾ വെച്ചിട്ടാണ് ഈ ബിസിനസ് പറയുന്നത്. അല്ല അപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഞാൻ ഇതിൽ മിസ്റ്റർ എക്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞുതരാം. എന്തായാലും ഈ ഇതിപ്പം ഇവർക്ക് ഈ സീരിയൽ നമ്പേഴ്സ് കൂടുന്നതൊക്കെ ബേർഡനാ. അപ്പൊ എന്തായാലും വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറയണത് പോലെ റീഫർബിഷ്ഡ് ആയിട്ട് വരുന്ന ഗൺസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ അവരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് വിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതിലുള്ള രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മിസ്റ്റർ എക്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ എക്സ് ഈ ഒരു സംഭവം നമുക്ക് എന്തുകൊണ്ട് തരണം? നമ്മളല്ലെങ്കിൽ മറ്റൊരാള് ഇത് ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐഡിയ അടിപൊളി, ഐഡിയ കൊള്ളാം, നൈസ്, അടിപൊളി. ഇതിന്റെ ഒരു ഫൈനൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് റിട്ടേൺ എമൗണ്ട് ആയിട്ട് തരുന്നത് ബ്ലാക്ക് മണി ആയിരിക്കും. ഓക്കെ. അപ്പം ഈ ബ്ലാക്ക് മണി എങ്ങനെ വൈറ്റ് ആക്കുമെന്നായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. നമ്മൾ എന്നിട്ട് സിറ്റിയിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പം നമുക്കൊരു പേര് കിട്ടി. ഓക്കെ. അപ്പം പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കി തരാന്നാണ് പറഞ്ഞത്. ആരാണ് പുള്ളി? അതായത് പുള്ളിയുടെ ഒരു ഡീലറിനെ കൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഡീലറിനെ ഇപ്പൊ നിലവിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് അതിന്റെ അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്, പുള്ളി തന്നെയാണോ ഹെഡ് എന്ന് അറിഞ്ഞൂടാ, അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒസാമ എന്ന് പറഞ്ഞ ഒരാളെയാണ്. പുള്ളീനെ കൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഫുള്ള് വൈറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സിൽ അത് അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളുടെ ഇല്ലീഗൽ സൈഡ് ഇതാണ്. ഇനി ലീഗൽ സൈഡ് ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താണ്? എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടോ? ഇല്ല ഇല്ലീഗൽ നമ്മൾ പ്രസന്റേഷൻസ് ഒന്നും ഇല്ല. അല്ല ഒന്നിനും ഇനി ലീഗലിന് പ്രസന്റേഷൻ ഉണ്ടോ? ഓക്കെ, എന്നാ പ്രസന്റേഷൻ ചെയ്തോ. ബേസിക്കലി നമ്മള് സിറ്റിയിലെ സിറ്റിസൺസും ഗ്യാങ്സും ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ അനുഭവിക്കുന്ന ഒരു മൈന്യൂട്ട് പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാനാണ് ഈ ബിസിനസ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. സിറ്റിയിലെ ഓരോ സിറ്റിസണും ഇപ്പൊ അനുഭവിക്കുന്നത് വണ്ടി ഇല്ല എന്നൊരു പ്രശ്നമാണ്. വണ്ടി ഇൻബോണ്ടി പോകും. സോ ബേസിക്കലി നമ്മള്
പറയാം. നമ്മൾ ഒരു റെന്റൽ കമ്പനി തുടങ്ങാം, തക്കുടു റെന്റൽസ്. ഓക്കെ. അതായത് ഓരോരോ ഗാരേജുകൾ, ഹോസ്പിറ്റലുകൾ, അവിടെ നമ്മുടെ ഒരു ഏജന്റ്, അതായത് ഒരു ഷോപ്പ് നമ്മൾ അവിടെ സ്ഥാപിക്കും. അവിടെ നിന്ന് നമുക്ക് ഇത്ര പൈസക്ക് വണ്ടി നമ്മൾ കൊടുക്കും, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്. ബാക്കി ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പൊ വണ്ടി റെന്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അവരുടെ റിട്ടേൺ ആവും. ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ആവുന്ന രീതിയിലാണോ? ഡ്രൈവർക്കും ഇത്ര നിമിഷത്തിനുള്ളിൽ വണ്ടി തിരിച്ചു കയറിയില്ലെങ്കിൽ വണ്ടി നമ്മൾ തന്നെ സീസ് ചെയ്യും. ഓക്കെ, കൊള്ളാം, നല്ല ഐഡിയ. അതിൽ തന്നെ നമുക്ക് ഭാവിയിൽ അത് ചില്ലാട് പോകേണ്ടവർക്ക്, ചില സമയത്ത് നടന്നു പോകേണ്ടവർക്കും, സൈക്കിളിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നമുക്ക് ചില്ലാട് താഴെ ആയിട്ടൊരു നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി സൈക്കിൾ കൊടുക്കാം റെന്റായിട്ട്. നൈസ്, കൊള്ളാം. ചില ഫാമിലികൾക്ക്, ചില കുടുംബങ്ങൾക്ക്, കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹങ്ങൾ. ഏത് കുടുംബത്തിലുള്ളവർക്കാണ് മൂത്തിരിക്കണത് എനിക്ക് മനസ്സിലായി. അല്ല പറഞ്ഞ ഐഡിയാസ് ഇതൊക്കെ ആരുടെ ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളവരുടെ നോക്കുമായിരുന്നു. ഓക്കെ. അപ്പൊ ഇതിന് പ്രസന്റേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ തന്നെ പൈസ പോണ കേസല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച ബിസിനസ് എന്നുള്ള രീതിയിൽ. അല്ല, ഇത് നല്ല ഐഡിയ ആണ് ചന്ദ്ര, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ സിറ്റിസൺസ് കുറെ പേര്, നമ്മുടെ കയ്യിലൊക്കെയാണ് ഈ വണ്ടികളൊക്കെ ഉള്ളത്, സിറ്റിസൺസ് കുറെ പേരുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ ആള് കുറഞ്ഞ ഏരിയയിലും മറ്റേ കാടിലും വീട്ടിലും മറ്റേ ജില്ലയാടിലും എല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിൽ മുക്കിലും മുന്നിലും റെന്റല് കിട്ടുന്ന രീതിയിൽ ഇതാക്കാം. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉള്ളത്. അപ്പൊ കാശ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഇത് പോകുന്നത്. അങ്ങനെയല്ല. ചന്ദ്ര സിറ്റിയിലെ ഒരു 30 ഫാമിലിയിൽ ഒരു 30 പേർക്ക് വണ്ടിയില്ല. ഇപ്പൊ നടന്നാണ് മിക്ക ആൾക്കാരും പോകുന്നത്. മുതുക്കി തന്നെ തെണ്ടലാണ്. വണ്ടിയില്ല. ഓക്കെ, എന്തായാലും നല്ല ഐഡിയ, കൊള്ളാം. ചെറിയൊരു പോസ്റ്റർ ഉണ്ട്. കാണിക്കാം. ഡയലോഗ് വേണ്ട. വണ്ടിയും കാത്തു നിൽക്കുന്ന മച്ചാൻ ഇപ്പഴും ചട്ടിയാണ് അവിടെ. ഇത് ഞങ്ങളല്ലേ ഇത്? അത് എടുത്ത് എല്ലാം നിങ്ങൾ തമാശ രീതിയിലത്തെ ഇതാക്കാതെ സീരിയസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ ശൈലിയാ. നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ, എല്ലാം കാണ് പ്ലീസ്. ഇപ്പഴേ കമ്പയർ ചെയ്യല്ലേ. ഇപ്പഴും ചട്ടി തന്നെയാണേ. അയ്യോ, ഗരാജിൽ വണ്ടി ഇല്ലല്ലോ, വണ്ടിയൊക്കെ ഇമ്പോർട്ട് ആയല്ലോ, ഇനി എന്ത് ചെയ്യും? പോയി. ഇത് ആരാ വരയ്ക്കുന്നിരുന്ന്? ദേ തക്കുടു റെന്റൽസ്, ഇനി ഒരു വണ്ടി റെന്റ് എടുത്ത് പോകാം. ഓക്കെ, കൊള്ളാം. നൈസ് ഐഡിയ ഗൈസ്. ഞങ്ങളെല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും ഈ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം. ഈ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ എത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആലോചിക്കുന്നത്? 50 CR. 50 CR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ മുക്കിനും മൂലയിലും ഒക്കെ ഇതിന്റെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇറക്കി ഇതിന്റെ മെഷീൻസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും 50 കോടിക്ക്. എംപ്ലോയീസ് ആണെങ്കിൽ 50 കോടിക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. വി ആർ റെഡി ടു ഇൻവെസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കോപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് കൊള്ളാം പാപ്പ. ഇതിന്റെ അകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഐഡിയ സിറ്റിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് നല്ലൊരെണ്ണം കൊണ്ടുവരാം. ഒരു സെക്കൻഡ് അവസാനം ഞാൻ ബാക്കി പറഞ്ഞുതരാം. പക്ഷേ ആ റൈഡിന്റെ കൊള്ളായിരുന്നു. എനിക്കറിയാം ഇതിൽ നിന്നൊരു കഥ തന്നെ വരാനുണ്ട് അപ്പാപ്പ ഇനി. ആണല്ലേ? അതെ, കഥയൊന്നുമില്ല. ഇത് അപ്പാപ്പന്റെ അടുത്ത് ഞാൻ കുറച്ച് നാൾ മുന്നേ സോ